സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്താണ് പറയുന്നത്? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകുന്നു. നിനക്കങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നു, നല്ലൊരു സ്വഭാവം ഉണ്ടാകുന്നു. നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം കാരണം നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം നിനക്ക് രൂപപ്പെട്ടു വരും. നിന്റെ സ്വഭാവം എന്താണെന്ന് നിന്റെ പ്രവൃത്തികളിൽ കൂടി നീ കാണിച്ചു കൊടുക്കും. യേശുക്രിസ്തുവിന്റെ മക്കൾക്ക് ആവശ്യമുള്ളത് സിദ്ധതയാണ്. നോക്കുക, കരിസ്മ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? നമുക്കിന്നറിയാം, അനേകം സിനിമ ആക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ കാലത്ത് അവർ കരിസ്മാറ്റിക് മൂവ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. നേരത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്നതായ വാക്കാണത്. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ലോകക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഒരു പ്രഭാവമാണ്. പ്രഭാവം, ശ്രേഷ്ഠത, പ്രത്യേകത. ചില ആളുകളെ നോക്കിയാൽ അവരെ കണ്ടാൽ തന്നെ നമുക്ക് ആകർഷണീയത തോന്നും. അവരുടെ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ആകർഷണീയത തോന്നും. എന്നാൽ മറ്റു ചിലരുടെ അഭാവങ്ങളിൽ, അതുപോലെ ശരീര സൗന്ദര്യത്തിൽ, ചിലരുടെ വ്യക്തിപ്രഭാവം, CEO പോലെയുള്ള ആളുകളെ നോക്കുക, അവർക്ക് വളരെ സാമർഥ്യമുള്ളവരാണ്. അതാണ്, ഓരോരുത്തർക്ക് ഓരോരോ പ്രത്യേകതകൾ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിലുള്ള കരിസ്മ എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? നിങ്ങളിലെ പ്രത്യേകത എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ദൈവം വേർതിരിവ് കാട്ടുന്ന ദൈവമല്ല. ചില ആളുകൾക്ക് വളരെ പ്രത്യേകതയും കഴിവും ഒക്കെ കൊടുത്തിട്ട് കുറെ ആളുകളെ ഒന്നിനും കൊള്ളാത്തവരായി സൃഷ്ടിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ, പറയൂ, ദൈവം. നിങ്ങൾ പറയും, എൻ്റെ തലവിധിയാണ്, എൻ്റെ തലവരയാണ്. നിങ്ങളുടെ തലവിധിയല്ല, തലവരയല്ല, നിന്റെ വിധിയാണ്. നീ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഒരിക്കലും ദൈവം നമ്മെ തള്ളിക്കളയില്ല. ദൈവം ഓരോ വ്യക്തികളെയും പ്രത്യേകതകൾ കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നാം അത് തിരിച്ചറിയുന്നില്ല. അവയെ നാം മിസ്യൂസ് ചെയ്യുകയാണ്, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നാം അതിന് വില കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരുടെ കഴിവുകളെയും എല്ലാം സമർപ്പിച്ചു കൊടുക്കുന്നതായ സമയത്ത് അവരുടെ ജീവിതം അനുഗ്രഹീതമായിട്ട് തീരുന്നു. അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറുന്നു. എന്നാൽ ആരാണോ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നത്, അവയെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അവരുടെ ജീവിതം വൃഥാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വചനഭാഗങ്ങൾ ഇവിടെ വായിക്കുവാൻ പോവുകയാണ്. ബൈബിൾ കൊണ്ടുവന്നവർ തുറന്ന് വായിക്കുക, അല്ലാത്തവർ നന്നായിട്ട് ഗ്രഹിച്ച് അത് മനസ്സിലാക്കി എടുക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തുകൊണ്ട് തന്റെ മകനായിട്ട് വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. എന്താണ്? വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. അവൻ രാജാവായി തീരേണ്ടതായ ഒരു വ്യക്തി ആയിരുന്നു. എന്നാൽ മിസ്രൈമിന്റെ രാജാവാകാൻ വേണ്ടി അവൻ തീരുമാനിച്ചില്ല. മോശ വളർന്നപ്പോൾ മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ ചുമക്കുന്നതാണ് വലുതെന്നെണ്ണി അല്പകാലത്തെ സുഖം അനുഭവിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ മക്കളോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നതാണ് നല്ലതെന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നതായ ഒരു വലിയ നേതാവായിട്ട്, അനേകരെ വിടുവിച്ചു കൊണ്ടുവരുന്നതായ ഒരു വലിയ നായകനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. സ്വർഗീയ ശക്തിയെ ഭൂമിയിലേക്ക് ഇറക്കുവാൻ കഴിയുന്ന ദൈവദാസനായിട്ട് മാറി. ഈ ദിവസം നിനക്കുണ്ടായിരിക്കുന്ന സാമർഥ്യം എന്താണോ? നിനക്കുണ്ടായിരിക്കുന്നതായ പ്രത്യേകത എന്താകുന്നുവോ? നിനക്കുണ്ടായിരിക്കുന്നതായ ആ ശ്രേഷ്ഠത, വിശേഷത എന്താകുന്നോ? അത് നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചാൽ ആ സ്വഭാവമാണ് ഏറ്റവും വലിയത്. എനിക്കുള്ള സൗന്ദര്യത്തെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. എനിക്കുള്ളതായ ബുദ്ധിയെ ഞാൻ വഞ്ചന ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കില്ല. എനിക്കുണ്ടായിരിക്കുന്നതായ ബലത്തെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ഞാൻ ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനം നാം എടുക്കണം. ദാനിയേലും സൗന്ദര്യമുള്ളവനായിരുന്നു, കോമളനായ വ്യക്തിയായിരുന്നു. അവനെ നോക്കിയപ്പോൾ അവന്റെ മുഖം ശോഭയുള്ളതും മാംസപുഷ്ടിയുള്ളതുമെന്ന് കാണപ്പെട്ടു. എന്നാൽ അവന്റെ സൗന്ദര്യം അവൻ വിശുദ്ധിയോടെ കാത്തു.
രാജഭോജനം, രാജാവിൻ്റെ ലഹരി പദാർത്ഥങ്ങൾ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന്. ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അതുകൊണ്ട് എൻ്റെ ശരീരത്തെ അശുദ്ധിയാക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ ഇടയായി. ഈ ദിവസം നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വത്താണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ജീവിതത്തിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രത്യേകതയെങ്കിലും കാണും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. നിങ്ങളോട് ആരെങ്കിലും, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ, അവരോട് ചോദിക്കണം, അമ്മേ എൻ്റെ പ്രത്യേകത എന്താണെന്ന്. കാരണം അമ്മയ്ക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാം. എന്നിലെ കുറവെന്താണെന്ന്, ബലഹീനത എന്താണെന്ന് ചോദിക്കുക. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് പിന്നെ അഹങ്കാരമുണ്ടാകും. അതുകൊണ്ട് നിന്റെ കുറവെന്താണെന്നും ചോദിക്കുക. തീർച്ചയായിട്ടും നിന്റെ ബലഹീനത എന്താണെന്ന്, നിന്റെ കുറവെന്താണെന്ന് അമ്മ തീർച്ചയായും നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയാവുക തന്നെ ചെയ്യും. തീർച്ചയായും ഏതോ ഒരു പ്രത്യേകത നിന്നിലുണ്ട്. എന്നിലുള്ളതായ പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ കരമുയർത്താമോ? ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർക്ക് പ്രത്യാശ കിട്ടിയിട്ടില്ല. എന്താണ്? സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും നൽകുന്നു. നിന്റെ ബലഹീനതയെ ദൈവം സ്ട്രോങ് ആയിട്ട് മാറ്റുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മെക്കുറിച്ച് കൂടുതൽ അപകർഷത തോന്നാറുണ്ട്, കൂടുതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം. എന്നിലുള്ള ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് ഈ ബലഹീനതയുണ്ട്, ഈ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ട്, എനിക്ക് ഈ ബലഹീനതയുണ്ട് എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ ഈ വീക്ക്നെസ് ഉണ്ട്, അയ്യോ ഈ കുറവുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും നന്നായിട്ടാണ് മാറുന്നത്. ഈ പരാജയം നീ സഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വിജയത്തെ നിനക്ക് കാണുവാൻ കഴിയുകയില്ല. ചില സന്ദർഭങ്ങളിൽ, ചില വിഷയങ്ങളിൽ വിജയം നൽകുന്നതിന് വേണ്ടിയാണ് ചില സന്ദർഭങ്ങളിൽ ദൈവം നിനക്ക് പരാജയം നൽകുന്നത്. ഈ വഴി അടഞ്ഞിട്ടല്ലാതെ ആ വഴിയിലേക്ക് നീ പോവില്ല. ദൈവം ഒരു വഴി അടയുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു വഴി തുറക്കും. ഒരിക്കലും നിരാശപ്പെടരുത്. എനിക്കെന്തുകൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഒരുവൻ പറഞ്ഞ് എൻ്റെ തലച്ചോറ് മുഴുവൻ കളിമണ്ണാണെന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. ദൈവമാർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ദൈവം നല്ല തലച്ചോറാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന തലച്ചോറ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വരും, എന്നാൽ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ആർക്കും തന്നെ മണ്ണായിട്ടുള്ളത് അവർക്ക് കൊടുത്തിട്ടില്ല. വലിയ അധികാരികൾ പോലും അവരുടെ ബ്രെയിനിന്റെ 1% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന ബ്രെയിനിൽ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, എന്നാൽ അത് അവർ ഉപയോഗിക്കുന്നില്ല. നാമും അങ്ങനെയാണ്. നമ്മുടെ തലച്ചോറ് ചെറിയൊരു കേന്ദ്രം എടുത്തിട്ട് ആ കേന്ദ്രത്തിന് ചുറ്റും തിരിയുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഉപയോഗിക്കുന്നില്ല. ദൈവം ആർക്കും കളിമണ്ണിന്റെ തലച്ചോർ കൊടുത്തിട്ടില്ല, കഴിവില്ലാത്തവരായി സൃഷ്ടിച്ചിട്ടില്ല, ദൗർഭാഗ്യവനായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, ഒന്നുമില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ഈ ദിവസം നിനക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ പകുതി പ്രശ്നം അവിടെ തീർന്നിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലുള്ള നന്മ എന്താണ്? 99 പരാജയമാണ് ശരി, എന്നാൽ 1% ഉള്ള ആ വിജയം എന്താണ്? നിനക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? നിന്നിലുള്ളതായ പ്രത്യേകത എന്താണ്? അത് നീ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്താൽ അത് 100 മടങ്ങായിട്ട് വർദ്ധിക്കും. അത് 100 മടങ്ങായിട്ട് അനുഗ്രഹിക്കപ്പെടും. എനിക്ക് ഒരുപാട് അതിശയം തോന്നിയതായ ഒരു കാര്യം ഇതാണ്. മോശയെ സുന്ദരനായിട്ട് സൃഷ്ടിച്ചു, ദാനിയേലിനെ സുന്ദരനായിട്ട് സൃഷ്ടിച്ചു. അതിന്റെ അർത്ഥം എല്ലാവരും വലിയവരെല്ലാം സുന്ദരനാക്കിയിട്ട് നമ്മെ ഒന്നിനും കൊള്ളാത്തവരാക്കിയെന്നാണോ? ഒരിക്കലുമല്ല. അവർ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് അവർ വലിയവരായിട്ട് മാറിയത്. നാം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് നാം ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കുന്നു. എങ്ങനെയാണ്? ഒരു പ്രയോജനമില്ലാത്തവരായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെയായിരിക്കുന്ന യേശുവിന്റെ മക്കളോട് ഞാൻ അപേക്ഷിച്ചിട്ട് പറയുകയാണ്, മനുഷ്യൻ ഒരിക്കൽ മാത്രമേ യൗവനപ്രായം വരികയുള്ളൂ. പിന്നീട് നീ എത്രമാത്രം കരഞ്ഞാലും അഭ്യർത്ഥിച്ചാലും യൗവനപ്രായം നിനക്ക് വരില്ല. നിന്റെ യൗവനപ്രായത്തിൽ തന്നെ നിനക്കുള്ളതായ പ്രത്യേകത എന്താണ്, കഴിവ് എന്താണ്, നിന്റെ താലന്ത് എന്താണ്, നിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട് അതിനെ വിശുദ്ധിയോടെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ ശ്രേഷ്ഠമായ രീതിയിൽ നീ ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഒരു നല്ല വ്യക്തിത്വം നീ വളർത്തിയെടുക്കുകയാണ് എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തിനെയും കഴിവിനെയും ശ്രേഷ്ഠതയും പ്രത്യേകതയും സൗന്ദര്യത്തെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ സ്വന്തമായി പേരെടുക്കുവാനോ പ്രശസ്തി നേടുവാനോ ഒന്നും ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുവാനിടയാകരുത്. നിങ്ങളുടെ പ്രശസ്തിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ പാടില്ല. ഈ ദിവസം ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
നിങ്ങൾ ഒരു കഴിവുമില്ലാത്തവരായി ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ളവരല്ല. നിന്നിലൊരു പ്രത്യേകതയുണ്ട്. ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ പ്രത്യേകത എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ദൈവം തന്നിരിക്കുന്നതായ കഴിവിനെ നീ അറിയുന്നില്ല. ഒരുപക്ഷെ നീ അത് ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിലും നിന്റെ ലോകത്തിനു വേണ്ടിയോ പാപത്തിനു വേണ്ടിയോ നിന്റെ ഇഷ്ടത്തിനു വേണ്ടിയോ ആഗ്രഹത്തിനു വേണ്ടിയോ ഒക്കെ നീ അറിയാതെ തന്നെ നീ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്നാൽ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അത് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഒന്നും നിനക്ക് ബാക്കിയില്ല. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭയവും അപമാനവും ഒക്കെ ഉണ്ടാകും. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും നിന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറ്റാനാണെന്നും നല്ല രീതിയിൽ നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് എന്നും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നല്ല പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുവാൻ നിന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി അനുവദിച്ചതാണെന്ന് നീ മനസ്സിലാക്കിയാൽ ഒരിക്കലും നീ വേദനിക്കേണ്ടതായ നിരാശപ്പെടേണ്ടതായ സന്ദർഭം ഇല്ല. ചില സന്ദർഭങ്ങളിൽ നിനക്ക് ദുഃഖം അറിയില്ല എങ്കിൽ ദുഃഖിക്കുന്നവരെ എങ്ങനെ ആശ്വസിപ്പിക്കും? നിനക്ക് വിശപ്പറിയില്ലെങ്കിൽ വിശക്കുന്നവരെ വിശക്കുന്നുണ്ടോ എന്ന് നിനക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നീ വിശന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വിശപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. രോഗം അനുഭവിച്ച വ്യക്തിക്ക് രോഗത്തിന്റെ ബുദ്ധിമുട്ടറിയാൻ കഴിയൂ. അതുപോലെ നിന്ദയും അപമാനവും ഒക്കെ ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ എത്രമാത്രം ദുഃഖമുണ്ടാകും, വേദനയുണ്ടാകുമെന്ന് അറിയണമെങ്കിൽ നിന്റെ ജീവിതത്തിലും അത് ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്. ദൈവം എന്നെപ്പോലെയുള്ളവരെ, നിന്നെപ്പോലെയുള്ളവരെ, അനേകർക്ക് ആശ്വാസമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കഷ്ടതയിൽ കൂടി കൊണ്ടുപോയി, ബുദ്ധിമുട്ടിൽ കൂടി കൊണ്ടുപോയി അനുഗ്രഹിച്ച് പരിശോധിപ്പിച്ച് നിനക്ക് സാമർഥ്യമുള്ളവനാക്കി മാറ്റി, ബലമുള്ളവനാക്കി മാറ്റി, അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടവനാക്കി മാറ്റുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ പദ്ധതി അവനുണ്ട്. ഈ ലോകം മുഴുവനും രക്ഷിക്കപ്പെടണം. അതിന് നിന്നെ വേണം, എന്നെ വേണം. എല്ലാവരെയും ദൈവം അവന്റെ പണിക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുന്ന വ്യക്തികളെല്ലാം അനുഗ്രഹീതരാക്കിയിട്ട് ദൈവം മാറ്റാനിടയാകുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി അവരുടെ ജീവിതത്തെ മാറ്റുന്നു. ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നു പോകാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ എന്നിലേക്ക് നോക്കണമേ. എന്നിലെ പ്രത്യേകത എന്താണ്? എന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. ഞാൻ ലോകത്തിനു വേണ്ടി, പാപത്തിനു വേണ്ടി, പിശാചിനു വേണ്ടിയുമല്ല, എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കഷ്ടതയിൽ ആശ്വാസം പ്രാപിച്ച്, ബലഹീനതകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് സമാധാനത്തോടെ പോകാൻ സഹായിക്കണമേ. പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. പരിശുദ്ധ ദൈവമേ, നിന്റെ ആശ്വാസത്തിന്റെ കരം നീട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളിൽ കഷ്ടതയും നിരാശയിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടെ കഷ്ടത മാറ്റി നിന്റെ സാക്ഷികളാക്കി നിർത്തണമേ. നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവിധമായ പാപത്തിന്റെ ബന്ധനങ്ങളെയും അഴിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ കഴിവുകൾ പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിതത്തിൽ നശിച്ചു പോകുന്നതായ ആളുകളെയെല്ലാം നസറേയനായ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്ന എല്ലാ വ്യക്തികളെയും നീ എഴുന്നേൽപ്പിച്ച് നിന്റെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് നിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ